പ്രിയമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, പി.എൻ. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ ഐ.പി. ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെ പക്ഷാചരണം നടക്കുകയാണ്. പക്ഷാചരണത്തിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ഗ്രന്ഥശാലകളിൽ വിവിധ പരിപാടികളാണ് നടക്കുന്നത്. പി.എൻ. പണിക്കർ അനുസ്മരണം, അതുപോലെ തന്നെ പൊൻകുന്നം വർക്കി, കേശവദേവ്, കെ ദാമോദരൻ, ഐ.പി. ദാസ് തുടങ്ങിയവരുടെ അനുസ്മരണങ്ങൾ. ഇന്ന് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജൂൺ 23, ലോക ഒളിമ്പിക്സ് ദിനമാണ്. 1948 ജൂൺ 23 ലോക ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചത്. തുടർച്ചയായി ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒളിമ്പിക്സ് പാരീസിൽ വെച്ചാണ് നടന്നത്. ആ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71-ാമതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിന്റെ ഏറെ പരിതാപകരമായ ഒരവസ്ഥയാണ് സ്പോർട്സ് ഫീൽഡ്. ഇത് മാറ്റിയെടുക്കാൻ നമ്മുടെ ഓരോ പ്രദേശത്തും കായിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ക്ലബ്ബുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം, ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ സ്പോർട്സിനെ എങ്ങനെ ഉയർത്തിയെടുക്കാം എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതായി. ഇന്ന് നമ്മുടെ ഈ ജൂൺ 23 ലോക ഒളിമ്പിക്സ് ദിനത്തിൽ ഇതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വി ദേവദാസനാണ്. കണ്ണൂർക്കാരനാണ്, സ്പോർട്സ് നിരീക്ഷകനാണ്. ഒരുപക്ഷെ പലരും കണ്ടിരിക്കും, പല ചാനലുകളിലും സ്പോർട്സുമായി ബന്ധപ്പെട്ട് ആധികാരികമായി സംസാരിക്കുന്ന ആളാണ് ദേവദാസ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിക്കറ്റ് ആയാലും ഹോക്കി ആയാലും വോളിബോൾ, ഫുട്ബോൾ, വിവിധ മേഖലകളിലെ കളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി ഓരോ കളിക്കാരെയും പൂർണ്ണമായി പരിചയപ്പെടുത്താൻ സാധിക്കുന്ന അത്രത്തോളം പാണ്ഡിത്യമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ദേവദാസിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംസാരിക്കുന്നതിന് വേണ്ടി ദേവദാസിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ വി ദേവദാസ്, കണ്ണൂരിലാണ്, തളാപ്പല. ഇവിടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിഷാട്ടൻ ഒരു കാര്യം വന്നാൽ എനിക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഞാൻ 1-2 പ്രാവശ്യം കേരളത്തിൽ വന്നിട്ട് ഈ ഗ്രന്ഥശാല പണ്ടൊരു ക്വിസെല്ലാം നടത്തിയിട്ടുണ്ട് സ്പോർട്സിന്റെ വേൾഡ് കപ്പ് ടൈമിൽ. എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് ലോക ഒളിമ്പിക്സ് ദിനം. ആദ്യത്തെ ഒളിമ്പിക് ദിനം 1948 ജൂൺ 23 ആഘോഷിച്ചത്. അത് വർഷങ്ങളോളം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ട് ഈ കൊല്ലം ഇത് ജൂൺ 23 ഒളിമ്പിക് ദിനം. പക്ഷെ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയാ, വളരെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി സ്പോർട്സ് വന്ന കാലത്താണ് ഈ ഒരു ഒളിമ്പിക് ദിനം ആഘോഷിക്കുന്നത്. ഈ 1948 ജൂൺ 23 ആഘോഷിച്ചത് അന്നത്തെ IOC പ്രസിഡന്റ് ആയിരുന്ന സിഗ്ഫ്രിഡ് ആറ്റ്സ്ട്രോം ലോകത്തിലെ യുവജനങ്ങൾക്ക് അന്നൊരു സന്ദേശം നൽകി. അത് ആ സന്ദേശപ്രകാരം പോർച്ചുഗൽ, ഗ്രീസ്, ഓസ്ട്രിയ, കാനഡ, സ്വിറ്റ്സർലൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ഉറുഗ്വേ, വെനിസുല, ബെൽജിയം എന്നീ രാജ്യങ്ങൾ, അതത് രാജ്യങ്ങൾ ഒളിമ്പിക് ദിനം സംഘടിപ്പിക്കുക. അത് തുടർന്നിട്ടാണ് അതൊരു രാജ്യാന്തര ഒളിമ്പിക് ദിനമായിട്ട് ജൂൺ 23 മാറിയത്. എന്തുകൊണ്ടാണ് ജൂൺ 23 രാജ്യാന്തര തലത്തിലുള്ള ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഒളിമ്പിക്സ് എന്ന മഹത്തായ ആശയം ലോകത്തിന് സംഭാവന ചെയ്ത പ്രാചീന ഗ്രീസായിരുന്നു. ഒളിമ്പിക്സിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് പല കഥകളും ഉപകഥകളും പ്രചാരത്തിലുണ്ട്. അതിലാണ് ആ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം മാത്രമായി നടന്നിരുന്ന ഒരു കായികമേളയായിരുന്നു ഒളിമ്പിക്സ്. പിന്നീട് അത് 5 ദിവസങ്ങൾ നീണ്ടു. മത്സരങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. BC 684 ഏറ്റവും ഒടുവിൽ ഒറ്റ ദിന ഒളിമ്പിക്സ് നടന്നത്. BC 140 റോമക്കാർ ഗ്രീസിനെ ആക്രമിച്ച് കീഴടക്കി. റോമ ഭരണത്തിന് കീഴിൽ ഒളിമ്പിക്സിന്റെ മതപരമായ പ്രാധാന്യം നഷ്ടപ്പെടുത്തു തുടങ്ങി. AD 393 ഗ്രീസ് ഭരിച്ച് റോമൻ ചക്രവർത്തി തിയോഡോസിസ് I ഒളിമ്പിക്സ് നിരോധനം പോലും ഏർപ്പെടുത്തിയതായി ചരിത്രത്തിലുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന്റെ നിലവാര തകർച്ചയായിരുന്നു നിരോധനം ഏർപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരു കായികമേള എന്നതിലുപരി വിഗ്രഹാരാധനക്കും ദൈവപ്രതീകമായി നടത്തപ്പെടുന്ന ഉത്സവം എന്നതിലേക്ക് ഒളിമ്പിക്സ് തരം താണതാണ് ഒളിമ്പിക്സ് നിരോധിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നൊരു മറുവാദവുമുണ്ട്. പക്ഷെ ഫ്രഞ്ച് ബാരൻ പേറി ഡി കുപെർട്ടി 1863 ജനിച്ച 1937 മരണപ്പെട്ട മനുഷ്യ സ്നേഹിയാണ് പുരാതന ഒളിമ്പിക്സ് ചരിത്രം ആവേശം കൊള്ളിച്ച്. ഈ ആവേശം കൊള്ളിച്ചത് പ്രകാരം ഗ്രീക്കുകാരുടെ കായിക പുതിയൊരു ആഗോള സംസ്കാരത്തിലേക്ക് ലോകത്തെ നയിക്കുമെന്ന് ഈ ഒളിമ്പിക് പ്രസ്ഥാനം അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഒളിമ്പിക്സ് എന്ന് അതുകൊണ്ട് പറയാൻ കാര്യം. ആധുനിക ഒളിമ്പിക്സിന്റെ പരസ്പരം പോരടിച്ചെന്ന രാജ്യങ്ങളെ, വിശേഷിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ഒരു ലോക കായിക മേള ഒന്നിച്ചേക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു മനസ്സിൽ ഉണ്ടായിരുന്നു, ഒരു ഇൻറ്റ്യൂഷൻ പോലെ.
അപ്പൊ പുത്തൻ ഒളിമ്പിക്സ് എന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചു. അതാണ് ഒളിമ്പിക്സിന്റെ പുനരുദ്ധാരണം എന്ന ആശയം 1892 നവംബർ 25 ഫ്രാൻസിലെ സോർബോണിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നാൽ മറ്റ് പ്രതിനിധികൾ കുബേറ്റിന്റെ ആശയങ്ങളോ യോജിച്ചില്ല. അതൊക്കെ കുബേറ്റൻ പിന്മാറിയില്ല. 1894 പാരീസിൽ നടന്ന അമേച്ചർ സ്പോർട്സിനെ പറ്റിയ ഒരു രാജ്യാന്തര സമ്മേളനം തന്റെ ആശങ്ക പ്രചരിപ്പിക്കുന്ന വേദിയാക്കി മാറ്റി. 1894 ജൂൺ 16 മുതൽ 23 വരെ ഫ്രാൻസിലെ സോർബോണിൽ 12 രാജ്യങ്ങൾ പങ്കെടുത്ത അമേച്ചർ സ്പോർട്സിനെ പറ്റിയ ഒരു രാജ്യാന്തര സമ്മേളനമാണ് ആധുനിക ഒളിമ്പിക്സിന് വഴി തുറന്നത്. കുബേറ്റൻ ഏറെ നാളായി ഉയർത്തിയ ഒളിമ്പിക്സ് എന്ന മഹത്തായ ആശയം ജൂൺ 23 അന്ന് അംഗീകരിക്കപ്പെട്ടത്. അവിടെ വെച്ച് തന്നെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി IOC രൂപീകരിച്ചു. ഒളിമ്പിക് മത്സരങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനമായി. മഹത്തായ ആ ദിനത്തിന്റെ ഓർമ്മക്കായാണ് എല്ലാ വർഷവും ഒളിമ്പിക് ദിനം ആചരിക്കാൻ 1942 ചേർന്ന IOCയുടെ സമ്മേളനം തീരുമാനമായി. അന്ന് ഗ്രീസിൽ നിന്നുള്ള ദിമിത്രിയസ് വിക്കേലസ് IOCയുടെ പ്രഥമ പ്രസിഡന്റായി, കുബേറ്റന്റെ സെക്രട്ടറി ജനറലും ആയി. അതാണ് 1948 ഈ ജൂൺ 23 ആധുനിക ഇത് ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കട്ടെ. പ്രത്യേകിച്ചിട്ട് ഈ ദിനങ്ങളിൽ എന്തറിയാ, ഇപ്പം പ്രത്യേകിച്ചിട്ട് ഇതൊരു അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്ന് പറഞ്ഞാൽ ആ യുവതയിൽ സ്പോർട്സ് സ്പിരിറ്റ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ഈ കാലഘട്ടത്തിന്റെ അഭിപ്രായം. വേറെ ഞങ്ങൾ അന്താരാഷ്ട്രം, ദേശീയ, സംസ്ഥാനം, ലോക്കൽ, ഞങ്ങളെ പഞ്ചായത്ത് ലെവലിലേക്ക് ലോക്കൽ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ സ്പിരിറ്റ് കാത്ത് ഞങ്ങൾ ഉയരങ്ങൾ കീഴടക്കുക, സ്പീഡിനെ മറികടക്കുക, എല്ലാം ഇതാക്കി രാജ്യത്തിന് വേണ്ടി പൊരുതി. അത് ഈ ഇപ്പം 194 ഈ UN അംഗീകരിച്ച രാഷ്ട്രം ഒളിമ്പിക്സ് പങ്കെടുക്കുമ്പോൾ അത് 228 വരെയാണ്. അത് ചില ദ്വീപുകൾക്കെല്ലാം പങ്കെടുക്കാം അംഗീകരിച്ച് ഇതുള്ള. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് നടക്കാൻ പോകുന്നത്. അടുത്തത് 2028 പറഞ്ഞ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ. പക്ഷെ 23 ഫ്രാൻസ് ഒളിമ്പിക്സിൽ നടന്നപ്പോൾ ഇത്രയും കൊല്ലങ്ങളായിട്ടും ഞങ്ങള് വർഷത്തിലേറെയായി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, അൺഡിവൈഡഡ് ഇന്ത്യയും ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയും ഇതുണ്ട്. അപ്പം അതിലെല്ലാം പങ്കെടുത്തിട്ടും പറഞ്ഞ പോലെ അധ്യക്ഷൻ പറഞ്ഞ പോലെ 2023 പാരീസ് ഒളിമ്പിക്സിൽ ഞങ്ങളെ സ്ഥാനം 71, അമേരിക്ക 1ാം സ്ഥാനത്ത് തന്നെ വരുന്നു. ചൈന വൻ മുന്നേറ്റം. ബീജിംഗ് ഒളിമ്പിക്സ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവർ സ്പോർട്സിന് വേണ്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. ലോകത്തിൽ ഒന്നാമതാവാൻ വേണ്ടിയിട്ട് റഷ്യയെല്ലാം ശീത സമരകാലത്ത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം ഇപ്പം അമേരിക്കയും ചൈനയും തമ്മിലുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു. അവിടെയാണ് ചില ദ്വീപ് രാഷ്ട്രങ്ങൾ പോലും ഇന്ത്യനെ കടത്തിക്കൊണ്ട് മുന്നേറി 71ാം സ്ഥാനത്തേക്കാണ് ഇന്ത്യ. ഇത്രയും 140 കോടിയുള്ള നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ പോലെ തന്നെയാണ് ഇന്ത്യയുടെ സ്പോർട്സിന്റെ ഒളിമ്പിക് സ്പിരിറ്റില്. പക്ഷെ ഒരു വെള്ളി വെളിച്ചെന്ന് പറഞ്ഞാൽ നീരജ് ചോപ്രയെ പോലെ വനിതാ ബോക്സിങ്, കുസ്തി, പല ഇവന്റിലും, ലോങ് ജമ്പ്, അങ്ങനത്തെ എല്ലാം ഇവന്റില്, അമ്പെയ്ത്ത്, ഷൂട്ടിംഗ് എന്നിവയുടെ എല്ലാം ഇതിൽ ഇന്ത്യ മുന്നേറുന്നുണ്ടെങ്കിലും വനിതകൾ ഈക്വലി മുന്നേറുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സ്ഥാനം ഇതിലേക്ക് പിന്നിൽ തന്നെയാണ്. പക്ഷെ എടുത്തു പറയേണ്ടത് അപ്പോ ഈ ഫ്യൂച്ചർ ജനറേഷൻ ഇന്ന് പ്രത്യേകിച്ചിട്ട് ഇപ്പൊ ലോക്കൽ ഒരു കേരളത്തിലെ പറയാമെങ്കിൽ ഒളിമ്പിക് ദിനത്തിന്റെ ഇപ്പം യുവത മൊബൈലിൽ എഡിക്റ്റ് ആവുന്നു, ഈ സ്പോർട്സിലേക്ക്. ഇതിൽ ഒരു കാലഘട്ടത്തിൽ ഒരു ജനറേഷൻ മുഴുവൻ സ്പോർട്സിനെ ഹൃദയത്തിൽ തട്ടില്ല. ഇപ്പൊ കണ്ണൂരിനെ പറ്റി പറയാൻ ലാൻഡ് ഓഫ് മൈതാൻസ് എന്ന് പറയാം. കേരള അത്ലറ്റിക്സിലും ഏറ്റവും ടോപ്പിലായിരുന്നു PT ഉഷ, ഷൈനി വിൽസൺ, വത്സം, MT വത്സം, ശ്രീകുമാരി അമ്മ, ഓമനക്കുട്ടി, പ്രിയംബ്ര, TC യോഹനൻ, ടിനുവിന്റെ അച്ഛനാണ്. ടിനു ക്രിക്കറ്റിന്റെ ആണ്, അതല്ല. TC യോഹനൻ, സുരേഷ് ബാബു, ആരെല്ലാം ഇവിടെ കേരള അഞ്ജു ബോബി ജോർജ് നിയർലി മിസ്സാണ് ഒളിമ്പിക് ടൈറ്റിൽ. അത് ഇപ്പോ കോൺട്രവേഴ്സികളാണ്. എന്താ പറയാ, അന്ന് അഞ്ജു 4ാം സ്ഥാനത്തുള്ള ആദ്യത്തെ സ്ഥാനക്കാരി മരുന്നടിയിൽ പിടിക്കപ്പെട്ടിട്ടെല്ലാം പോയതുകൊണ്ട് ശരിക്കും തന്നെ ഒളിമ്പിക്സിൽ അഞ്ജുവിന് ഒരു മെഡൽ, ഒളിമ്പിക് മെഡൽ, അത് ആദ്യത്തെ വനിതാ താരമാവുകയായിരുന്നു. PT ഉഷക്ക്
സെക്കൻഡിൽ ഓരോ അംശത്തിലാണ് 400 മീറ്റർ ഹേർഡിൽസിൽ മെഡൽ പോയത്, ഒളിമ്പിക്സ് മെഡൽ. അപ്പം ആ ഒരു ഇത് മറ്റൊന്ന് കണ്ണൂർ പോലത്തെ എത്തുമ്പോ ഈ യുവതകൾ സ്പോർട്സിലേക്ക് പോയേ മതിയുള്ളൂ. ഇപ്പൊ ലഹരിയിലെല്ലാം അമർന്നിരിക്കുന്ന ഇതില് ഗവൺമെന്റ് സർക്കാർ തലത്തിലും എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുമ്പം മൈതാനങ്ങളെ തിരിച്ചു പിടിക്കുക, അതിലേക്കൂടി യുവതി ഈ സ്പോർട്സിലേക്ക് വന്ന് സ്പോർട്സിലേക്കൂടി ഇപ്പൊ ക്രിക്കറ്റിൽ അന്ന് രാജ്യങ്ങൾ യുദ്ധങ്ങൾ തമ്മിൽ വേറെ ചെയ്യുന്ന രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ആ സ്പോർട്സിനെ കണ്ടിട്ടാണ് ഈ ഒളിമ്പിക്സ് എന്ന മഹത്തായ ആശയം കൊണ്ടുവന്നത്. ഇപ്പോഴും യുദ്ധഭീഷണികളാണ് ലോകമുള്ളത്. ഞങ്ങളെ ചുറ്റും ഇപ്പം റഷ്യ, ഉക്രൈൻ, അമേരിക്ക, ഇറാൻ, ഇസ്രയേൽ, ഇത് എല്ലാ യുദ്ധത്തില്. അപ്പൊ സ്പോർട്സ് മാത്രമാണ് ഇവിടെ ഒരു സൊലൈസ് ഇത് കൊടുക്കാനുള്ളത്. അപ്പം അതിലേക്ക് പോയിരിക്കും യുവത സ്പോർട്സിലേക്ക് കൂടി തന്നെ. അത് ഈ ഒളിമ്പിക് ദിനം വെറുതെ ഇങ്ങനെ ഓടിയിട്ടും ഇതിന്റെ സ്പിരിറ്റ് ക്യാരി ഓൺ ദ ഫ്ലെയിംസ് ഓഫ് ഒളിമ്പിക് സ്പിരിറ്റ് ആണ്. അപ്പൊ ആ ഫ്ലെയിം കൊണ്ടുവന്ന വെറും ഓട്ടം ആ ദിവസം മാത്രമല്ല, പരിസ്ഥിതി ദിനത ആ ദിവസം മാത്രം നടന്ന ചെടിയിൽ നടന്ന പോലെ ഈ ജൂൺ 23 മാത്രം ഓടിയിട്ട് കാര്യം. അതൊരു പ്രോസസ് ആക്കിയിട്ട് ഇതൊരു ശരിക്ക് സർക്കാരിലും സിലബസ് തന്നെ കൂട്ടി സ്പോർട്സിലേക്കും വന്ന് ഒരു ഒരു ലൈഫിന്റെ ഭാഗമായിട്ട് മാറാനാണ് ഇത്. അതിനുള്ള എക്സാമ്പിൾസ് ഇപ്പം കണ്ണൂരിൽ പറയാമെങ്കിൽ ഇപ്പം കേരളം ഈ ഗ്രന്ഥശാല ഇതാക്കുമ്പോൾ കണ്ണൂരിനെ പറ്റി പറയേ വേണ്ടോ. ഒളിമ്പിക്സിന്റെ ഏറ്റവും മഹത്തായ പാരമ്പര്യം ഉള്ളത് കണ്ണൂരിലാണ്. അത് നോക്കണം. 1924 പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹഡൽസ് പങ്കെടുത്ത താരം കണ്ണൂർക്കാരൻ സി കെ ലക്ഷ്മണൻ. പയ്യാമ്പൽ ഗേൾസ് സ്കൂളിന്റെ തൊട്ട് പിന്നിലുള്ള തറവാട്ടിൽ നിന്നുള്ള സി കെ ലക്ഷ്മണൻ എന്ന മഹത്തായ അത്ലറ്റ് മുനിസിപ്പൽ സ്കൂൾ ഹൈസ്കൂളിൽ പഠിച്ചു. സ്പോർട്സിന് വേണ്ടിയിട്ട് ടെന്നീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അത്ലറ്റിക്സ് എല്ലാത്തിനും ഒരു തികഞ്ഞ സ്പോർട്സ്മാൻ. അതാണ് എക്സാം. 1924 പറയുന്നത്. 101 കൊല്ലം മുമ്പ് ഒളിമ്പിക്സിൽ പോയ ആദ്യ കേരളക്കാരൻ, കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് പോയത് സി കെ ലക്ഷ്മണൻ, കണ്ണൂർക്കാരൻ. കേരളത്തിന് ആദ്യമായി കേരളത്തിലെ ഒരാള് ഒളിമ്പിക് മെഡൽ നേടിയത് 1972 മാനുവൽ ഫെഡറിക്സ്, ഇന്ത്യൻ ലോകോത്തര ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ. ശ്രീജേഷ് എല്ലാം പിന്നെ ശ്രീജേഷ് തുടർച്ചയായിട്ട് 2 പാരീസ് ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടി. പക്ഷേ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് കണ്ണൂർ പേർണശ്ശേരിയിൽ നിന്ന് അന്നത്തെ പട്ടാള ടീമെല്ലാം ബാംഗ്ലൂരിലെല്ലാം കൊണ്ടുപോയി ഇന്ത്യൻ ടീമിലേക്ക് വന്ന് 7 കൊല്ലം ഇന്ത്യൻ ടീമിന്റെ ക്രിക്കറ്റ് ഗോൾ കീപ്പറായിട്ട്, അന്ന് ഈ ഹെൽമറ്റും ഒന്നുമില്ല, സേഫ് ഗാർഡ്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇന്ത്യൻ ഗോൾ കീപ്പറായിട്ട് വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം മാനുവൽ ഫെഡറിക്. അതെല്ലാം സി കെ ലക്ഷ്മണെല്ലാം പോയത് കണ്ടു ഈ ആകെ ഇൻസ്പയർഡ് ആയിട്ട് പോയത്. അതാണ് ഞങ്ങളെ മുമ്പിൽ ഇങ്ങനത്തെ തരം. പി ടി ഉഷ കണ്ണൂർ പോലീസ് മൈതാനത്താണ് OM നമ്പ്യാരെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ലെവലിൽ എത്തിയത്. ഇവിടെ തന്നെ KC ലേഖ എന്ന് പറഞ്ഞ ബോക്സർ അമച്വർ ബോക്സിംഗിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ താരമാണ്, തലപ്പുറം നടുവിൽ സ്വദേശി. അപ്പം ഞങ്ങളെ മുമ്പിൽ അത്ലറ്റ്സ് ഗലോ ഉണ്ട് ഞങ്ങളെ മുമ്പിൽ. ഇങ്ങനത്തെ 1920 ഇപ്പൊ ജവഹർ സ്റ്റേഡിയത്തിന് മുമ്പിൽ ഒരു പ്രതിമയുണ്ട് സി കെ ലക്ഷ്മണന്റെ, ഫസ്റ്റ് ഒളിമ്പ്യൻ ഫ്രം കേരള സി കെ ലക്ഷ്മണൻ. അപ്പം ഈ ഒളിമ്പിക് ദിനത്തില് ഞങ്ങളെ മുമ്പിൽ ഈ ഗ്ലോറി അവര് 101 കൊല്ലം മുമ്പേ റെപ്രസെന്റ് ചെയ്ത സി കെ ലക്ഷ്മണൻ പറയാമെങ്കിൽ വെറും സ്പോർട്സ്മാൻ മാത്രമല്ല, മദ്രാസ് യൂണിവേഴ്സിറ്റിന്റെ ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, ഇന്ത്യൻ അത്ലറ്റ് അൺഡിബേറ്റഡ് ഇന്ത്യന്റെ അത്ലറ്റ് 110 മീറ്റേഴ്സിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ട് പാരീസിൽ ഒളിമ്പിക്സ് ചെയ്ത താരം. ഡോക്ടറായിരുന്നു, ആർമിയിൽ മേജറായി റിട്ടയർ ചെയ്ത ആർമി ഡോക്ടർ, ആർമി റെഡ് ക്രോസ്, ഇന്ത്യൻ റെഡ് ക്രോസിന്റെ ചീഫായി റിട്ടയർ ചെയ്ത്. അപ്പം ഞങ്ങളെ മുമ്പിൽ ഒളിമ്പിക് സ്പിരിറ്റ് മാത്രമല്ല, പഠിപ്പും കളിയും കോർഡിനേറ്റ് ചെയ്ത് പോകാനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് സി കെ ലക്ഷ്മണനെ പോലത്തെ ആൾക്കാർ. അത് യുവത ഈ ഒളിമ്പിക് ദിനത്തിൽ പിന്തുടർന്നേ പറ്റുള്ളൂ. ഈ ഒളിമ്പിക് ദിനത്തിൽ നിങ്ങൾ ഇതാക്കേണ്ടത്, ഞാൻ ഒരു സ്പോർട്സ്മാൻ ആവാൻ പോകുന്നു, എന്റെ കുറച്ച് സമയം സ്പോർട്സിന് വേണ്ടി, അത് പഠിപ്പോ വേറെ എന്തും മറ്റേ ഒരു ഇതില് അപ്പം വേറെയുള്ള വൈസസ് നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് സ്പോർട്സ് എന്ന ഇതാണ്
ഈ ക്യുബേറ്റിൻ കൊണ്ടുവന്ന ഒളിമ്പിക്സ് എന്ന മഹത്തായ ആശയം. അത് ലോസ് ആഞ്ചൽസ് ഇനി വേറെ ഒന്നുണ്ട്, ഇന്ത്യ ട്രൈ ചെയ്യുന്നതാണ്. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഇന്ത്യ ഈ മാസം അവസാനം ജൂലൈ ആദ്യ വാരവും ലുസാൻ ജനീവയിൽ ഒക്കെ പോവുകയാണ്. ഈ ബിഡ് അറിയിക്കാൻ വേണ്ടി ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി 2036 വരാൻ പോകുന്നു. അപ്പോ റൈറ്റ് ടൈം ടു എൻറ്റർ ഇൻ ടു സ്പോർട്സ് ആണ്. അത് ഇന്ന് ഇപ്പൊ കേരള ഗ്രന്ഥശാലകളിൽ ആ കേരളത്തോ മയിൽ ഭാഗത്തോ തന്നെ തുടക്കം ആവട്ടെ. ഈ അത് കണ്ണൂർ ജില്ലയിലെ കൂടി ആ സീഡ് വളർന്ന് പന്തലിച്ച് ഒരു ആൽമരമായിട്ട് സ്പോർട്സിന്റെ ഒരു ആൽമരം കേരളത്തിന്റെ ഗ്ലോറി തിരിച്ചു പിടിക്കാനുള്ള ശബ്ദവും കൂടി ഈ ഒളിമ്പിക് ദിനത്തിൽ എടുത്തുകൊണ്ട് ആകണം ഈ ഒളിമ്പിക് ദിനം ജൂൺ 23 ആഘോഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.